ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ മക്കളൊക്കെ മദ്രസയിൽ പോയതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. ഇന്ന് മസാല ദോശ ഉണ്ടാക്കാൻ വിചാരിച്ച് രാത്രി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കണം. അതിനുള്ള ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കുറേ അയക്കണം മസാല ദോശ തിന്നിട്ട്. അപ്പോൾ ഇന്നെന്തായാലും മസാല ദോശ ഉണ്ടാക്കാൻ വിചാരിച്ച്, അല്ലെങ്കിൽ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ദോശ അങ്ങനെ ഉണ്ടാക്കൽ. ഇത് ഉണ്ടാക്കിയിട്ട് കുറേ ആയിരുന്നു. അങ്ങനെ പിന്നെ അതിക്കുള്ള മസാല ഉണ്ടാക്കട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചട്നി ആട്ടോ ഉണ്ടാക്കണത്. താത്ത പിന്നെ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള എണ്ണിത്തണ്ട് കേട്ടോ. എണ്ണിത്തണ്ട് ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പോൾ അത് അരിയാണ്. രാവിലെ തന്നെ അടുക്കള പണി എല്ലാതും കഴിയും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അതിന് കിഴങ്ങ് നല്ലോണം വേവിച്ച് വെച്ചിരുന്നു, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ജീരകവും പിന്നെ പരിപ്പൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കൽ. പിന്നെ അതിക്കുള്ള മസാല അങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറക്ക് കുമ്പളങ്ങ കറി ആയിട്ട് ഉണ്ടാക്കണത്. പരിപ്പും കുമ്പളങ്ങയും കൂടെ ഇട്ടിട്ട് കറി വെക്കുകയാണ്. അപ്പോൾ അത് പരിപ്പ് കുറച്ചൊരു വേവുള്ള പരിപ്പാണ്. അപ്പോൾ അങ്ങനെ കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഈ ഒരു മാവുണ്ടല്ലോ, നമുക്ക് തലേ ദിവസം അങ്ങനെ അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസത്ത് ഇങ്ങനെ പൊന്തി കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിക്കാമല്ലോ അല്ലേ. അത് പൊന്തിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരിക്കാം. ഒരു മൂടേ ഉണ്ടാവില്ല അത് കഴിക്കാനാണെങ്കിലും അതെ എന്തിനും. നമുക്ക് ഉണ്ടാക്കുമ്പോഴൊന്നും നമുക്കൊരു തൃപ്തി തോന്നൂല. പിന്നെ അങ്ങനെ ദോശ ചുട്ട് തുടങ്ങിയിട്ടോ. എല്ലാവർക്കും ഓരോരുത്തർ പോവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടെ അപ്പം അങ്ങനെ എടുക്കലാണ്. പിന്നെ നമുക്ക് കറിയൊക്കെ ആയിരുന്നു. കറി വറവിടാനും ഉപ്പേരി വറവിടാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ചോറിലേക്കുള്ള കറിയൊക്കെ അടുപ്പത്താട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ പിന്നെ ദോശ ആയി. പിന്നെ അത് അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കൽ തുടങ്ങി. അങ്ങനെ പിന്നെ ചായയുടെ കഴിഞ്ഞതിന് ശേഷം ഉമ്മയും ഡോക്ടറെ കാണിക്കാൻ പോകുവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇപ്പോൾ ഇങ്ങനെ മഴയാണല്ലോ, അപ്പോൾ മേലെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ തോരയിടൽ. പുറത്താവുമ്പോൾ നമ്മളിങ്ങനെ മഴ പെയ്തിട്ടും ചിലപ്പം ചില ടൈമിൽ നല്ല വെയിലുണ്ടാവും. ആ വെയിൽ കണ്ടിട്ടാലാണെങ്കിലോ അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തിന് മഴയും പെയ്യും. അത് മേലെ കൊണ്ടുപോയിട്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ വെച്ചിട്ട് അങ്ങനെ മേലെ കേട്ടോ ഡ്രസ്സൊക്കെ ഇടൽ. എൻ്റെ കൂടെ മോനും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അംഗനവാടി പോയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മക്ക് കണ്ണിന് തിമിരുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഡോക്ടറെ കാണിക്കാൻ പോവുമായിരുന്നു. അങ്ങനെ പിന്നെ ഡ്രസ്സ് തോരട്ടിട്ട് പിന്നെ താഴത്ത് എത്തിയിട്ടോ. പിന്നെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ എഴുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മോനും കൂടെ ചോറ് തിന്നാൻ ചോറൊക്കെ വിളമ്പിയിരുന്നു കേട്ടോ. ചോറിലേക്ക് മീൻ പൊരിച്ചതും പിന്നെ കുമ്പളങ്ങക്കറിയും പപ്പടവും പിന്നെ എണ്ണിത്തണ്ട് ഉപ്പേരിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും മോനും കൂടെ ചോറൊക്കെ തിന്ന് ഒന്ന് കിടന്നിട്ടോ. കിടന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറേ ദിവസമായി കലത്തപ്പത്തിൻ്റെ ഇങ്ങനെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയെന്ന് ഫ്ലോപ്പായിപ്പോയി. അത് നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായി, പക്ഷേ അതിങ്ങോട്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ വട്ടം ഒന്നും കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ.
അതൊക്കെ അരിയാണ്. ഇതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തിന്നാൻ പൂതിയാവും കേട്ടോ. മറ്റേത് വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് പറഞ്ഞാൽ ഇത്ര നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഉമ്മാരുണ്ടാക്കി തരുമല്ലോ വേഗം. പിന്നെ അങ്ങനെ അതൊക്കെ അത് നെയ്യിലിട്ടിട്ട് വറക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ നേരെ അയക്കാനിട്ട് വേഗം, അതിനൊന്നും ടൈമില്ല. അപ്പം ഞാൻ വേഗം അതിലിട്ടിട്ട് പിന്നെ നല്ല ശർക്കര വെള്ളം ഉണ്ടായിരുന്നു, നല്ല ചൂട് വെള്ളമായിരുന്നു. ആ ചൂടോടുക്കൻ അതിൽ ഒഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൽ നെയ്യ് ഒഴിച്ചിട്ട് വെച്ചിരുന്ന്. എന്നിട്ട് പിന്നെ അതൊക്കെ അതിൽ ഒഴിച്ച് സെറ്റായി കിട്ടിയിട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചട്ടിയിൽ ഇതേപോലെ ഇങ്ങനെ ചുട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇതിൽ കിട്ടിയിട്ടോ. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കൂടെ ഒരു പൊന്ത ഉള്ള പോലെ തോന്നിയത് കൊണ്ട് ശരിയാവാണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിരുന്നേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ അംഗനവാടിയിൽ പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ മാമി കൊടുന്നു കൊടുത്ത ഡ്രസ്സാണ് ഇടുന്നത്. അതൊക്കെ എടുത്തിട്ട് അംഗനവാടിയിലൊക്കെ പോയി. പിന്നെ രാത്രി ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കേക്ക്. എനിക്ക് JCBൻ്റെ കേക്ക് വേണം പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കേക്കാണ് കേട്ടോ. ആ ഒരു തീമിലുള്ളൊരു കേക്കാണ് ഉണ്ടാക്കി കൊടുത്തത് ഞാൻ. ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാർട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ഓൻ്റെ സന്തോഷത്തിനൊരു കേക്ക് മുറിയും പിന്നെ ഡ്രസ്സ് എടുക്കലും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ ബർത്ത്ഡേ. രണ്ടാമതും ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഗിഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്തതൊക്കെ. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരാൾ പോവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ തന്നെ കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത് ഞാൻ. അപ്പോൾ അവൻ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ.